ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരി ഉണ്ടല്ലോ അതൊന്ന് കഴുകിയെടുക്കാനായിട്ടുണ്ട്. ഞാനിത് വെള്ളം തിളച്ച് വരുന്ന ടൈം വരെ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഞാനിവിടെ സെല്ലാ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ ഒരു ഉണക്ക നാരങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അരി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതൊക്കെ ഉണ്ടല്ലോ ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറിയ ജീരകമാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ചിക്കൻ്റെ പീസ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ അരിയിൽ ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് വന്ന് നന്നായിട്ട് ഒരു ഒത്ത വേവായി കിട്ടിയതിന് ശേഷം നമുക്ക് ഈ വെള്ളം മൊത്തം ഒഴിച്ച് കളയാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം വേവായി വന്നിട്ടുണ്ട്. അധികം വെന്ത് ഉടഞ്ഞു പോകുന്നൊരു ടൈപ്പ് ആവേണ്ട ആവശ്യമില്ല. അത്യാവശ്യത്തിന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇത് വെള്ളം ഊറ്റിയെടുക്കാനായിട്ടുണ്ട്. ഇനി ഇതാ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള ചിക്കൻ ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നന്നായിട്ട് വേവായി വന്നിട്ടുള്ളൊരു ചിക്കനാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല തേച്ച് കൊടുക്കാനുണ്ട്. അതായത് ഗരം മസാല, പിന്നെ കുറച്ച് മന്തി മസാല, പിന്നെ ചിക്കൻ്റെ ഒരു ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. നമ്മൾ മന്തി ഉണ്ടാക്കുന്ന അതേ പാത്രത്തിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ഏലക്ക, ഗ്രാമ്പു ഇതൊക്കെ അരി വേവുന്ന വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല ഫ്ലേവർ അരി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചോറിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് രണ്ട് സൈഡായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിത് 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ അത് രണ്ട് സൈഡായിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മൊത്തത്തിൽ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സ്മോക്കിപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കവർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, അതേപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല, പെട്ടെന്ന്